നിന്ന് മഹാനായ ശൈഖുനാ താജുൽ ഉലമ എന്തിന് ഇറങ്ങി വന്നു എന്ന് നിഷ്പക്ഷമതികൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ശരിയായ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. അനുസ്മരണം എന്ന് പറയുമ്പോൾ അവർ ജീവിതത്തിൽ നടത്തിയ വലിയ ആശയ പോരാട്ടങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയ രംഗത്ത്, ദഅ്വാ രംഗത്ത് നടത്തിയ ആശയ പോരാട്ടം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ദൗർഭാഗ്യകരമായ സമസ്തയോട് പുലർത്തു. നമ്മൾ ദൗർഭാഗ്യകരമെന്ന് പറയുന്നു, പക്ഷേ അത് നിർബന്ധമായിരുന്നു. അന്നെങ്ങാനും മഹാനായ ശൈഖുനാ താജുൽ ഉലമ സമസ്തയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സമസ്ത തന്നെ ഇല്ലാതാകുമായിരുന്നു. അത് എല്ലാ കൂട്ടരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇന്ന് രണ്ടു കൂട്ടരും പ്രവർത്തിക്കുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ അണികളായി സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു. നമുക്ക് എതിരിലുള്ള ബഹുമാനപ്പെട്ട ആനക്കര ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലും അതുപോലെ ചെറുശ്ശേരി ദൈവത്തി മുസ്ലിയാരുടെ നേതൃത്വത്തിലും സമസ്തയിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. അവർക്കും സംഘടനയുണ്ട്, നമുക്കും സംഘടനയുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, രണ്ടും നിലനിൽക്കുന്നു എന്നത് എന്തുകൊണ്ടാണ്? മഹാനായ ശൈഖുനാ താജുൽ ഉലമ ഇറങ്ങി വന്നതുകൊണ്ട്. ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിലോ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ഓപ്പോസിറ്റ്. താറുഫുള്ള ശിയായിബ് അഹിദാദിഹാനം. ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ എതിര് മനസ്സിലാക്കണം. 985 സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടന്നു. ആ സമ്മേളനം നടന്നതോടുകൂടി കേരളത്തിലെ ഉൽപ്പലിഷ്ണുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, സലഫികൾ, വഹാബികൾ, മുജാഹിദുകൾ, അത് മൂന്ന് ഒന്നാണ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗാദി, പുത്തനാശയക്കാർ പേടിച്ചു വിറച്ച കാലഘട്ടമായിരുന്നു 60ാം വാർഷിക മഹാസമ്മേളനം. ശംസുൽ ഉലമ ഈ ഉസ്താദ് എണിക്കുന്നു, ജനങ്ങൾ മുഴുവനും എണിച്ചു നിൽക്കുന്നു. അന്നത്തെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. ഉസ്താദ് സ്വാഗതം പറയാൻ എണിച്ചു നിൽക്കുന്നു. മൊത്തം ജനലക്ഷങ്ങൾ എണിച്ചു നിൽക്കുന്നു. ഒരാൾ എണിക്കാൻ പറഞ്ഞിട്ടില്ല. 2 വ്യക്തികൾ എണിച്ചു നിന്നപ്പോൾ ജനലക്ഷങ്ങൾ അറബിക്കടലിന്റെ വഴിയോരത്ത് വെച്ച് എല്ലാ ആളുകളും തക്ബീർ തന്നെ എണിച്ചു നിന്നു. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു ലോകോത്തര പണ്ഡിത സംഘടനയുണ്ട്. ആ സംഘടന പല ഫത്വകളും പുറപ്പെടുവിച്ചു. കൂട്ടത്തിൽ ജുമാ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഫത്വ പുറപ്പെടുവിച്ചു. സമസ്ത അതിനെതിരെ പ്രതികരിച്ചു. ആ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ സമസ്ത പ്രതികരിച്ചതോടുകൂടി അവരുടെ ഫത്വ അവർ പിൻവലിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ സഹോദരങ്ങളെ, സ്വാഭാവികമായും ഇവിടെ ജനങ്ങളുടെ ഇടയിൽ അനൈക്യമുണ്ടാക്കി പലതും നേടാമെന്ന് മുന്നോട്ട് വന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, വിദഈ കക്ഷികൾ, അവർ തീരുമാനിച്ചു, ഇനി ഈ സമസ്ത ഇങ്ങനെ മുന്നോട്ട് വിട്ടാൽ നമുക്കിവിടെ ജീവിക്കാൻ പ്രയാസമാണ്. അന്ന് തുടങ്ങിയ ഗൂഢാലോചനയായിരുന്നു. അത് 1989 പൂർണ്ണമായി പുറത്തു വന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് സലാം പറയാൻ പാടില്ല എന്ന പാഠപുസ്തകത്തിലെ അഖിലാഖിലെ പാഠം മാറ്റാനായിരുന്നു ഇവർ തന്ത്രപരമായി പ്രവർത്തിച്ചത്. അത് സമസ്ത മുശാവറയിൽ ചർച്ചക്കും വന്നു. സഹോദരങ്ങളെ, താജുൽ ഉലമ പറഞ്ഞു, പറ്റൂല, അത് പാഠം വേണം. സമസ്ത രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ തോണ്ടെടുത്തിരുത്താൻ, അവർക്ക് പാഠം പഠിപ്പിക്കാൻ, ആശയപരമായി അവരെ നേരിടാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്. അതേ സമസ്തയിലാണ് തീരുമാനം വരുന്നത്, പാഠപുസ്തകത്തിലെ പാഠം മാറ്റണം. സുന്നി വിരോധികൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്ന ആശയം അത് മാറ്റണം. അതിനേക്കാൾ നല്ലതല്ലേ സമസ്തയെ തന്നെ പിരിച്ചുവിടുന്നത്? സമസ്ത ഉണ്ടാക്കിയതെന്തിന്? സലാം പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ തീരുമാനം വരുന്നതെന്തിന്? ആ പാഠം മാറ്റാൻ വേണ്ടി. എന്താകും സഹോദരങ്ങളെ? അവിടെ എങ്ങാനും താജുൽ ഉലമ മിണ്ടാതിരുന്നു എന്ന് ചിന്തിക്കുക. എന്തോ ആകട്ടെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ജീവിക്കാനുള്ളിടത്ത് മഹല്ലുണ്ട്, കുറെ കാലിസ്ഥാനമുണ്ട്, നമ്മളെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്?
ആയിക്കോട്ടെ, നിങ്ങൾ അഖ്ലാഖിന്റെ പാഠം മാറ്റിക്കോളി. ഉദാഹരണം, തക്ബീർ എന്ന നിലയ്ക്ക് നമ്മൾ സങ്കല്പിച്ചാൽ അഖ്ലാഖിലെ പാഠം പോയി. 2-3 മാസം കഴിയുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വീണ്ടും സമസ്തയിലേക്ക് കത്തുവെക്കുന്നു. ഇവിടെ ഭയങ്കര കുഴപ്പമുണ്ട്. നിങ്ങൾ ഷാഫി മദ്ഹബ്, ഷാഫി, ഹംബലി, മാലിക്കി ഇങ്ങനെ തുടങ്ങിയ മദ്ഹബിന്റെ പ്രശ്നം വന്നിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളെ പാഠപുസ്തകത്തിൽ നിന്ന് ഫിഖ് മാറ്റണം, കിതാബുൽ ഫിഖ് മാറ്റിവെക്കണം. സമസ്തയിൽ ചർച്ച വരുന്നു, എല്ലാവരും കത്ത് വായിക്കുന്നു, ഫിഖ് മാറ്റണമെന്ന് കത്തുണ്ട്, പൊതുജനങ്ങളുടെ കത്ത്. എന്ത് ചെയ്യണം? എല്ലാവരും നോക്കുന്നു താജുൽ ഉലമയെ. താജുൽ ഉലമ പറഞ്ഞു, ആയിക്കോട്ടെ, മാറ്റിക്കോളി. ഏതായാലും അഖ്ലാഖിന്റെ പാഠം നിങ്ങൾ മാറ്റിയല്ലോ, ഇനി ഫിഖ് എന്നില്ല, അത് മാറ്റിക്കോളി. മൂന്നാമതായി സമസ്തക്ക് കത്ത് വരുന്നു. തക്ബീർ നിലയ്ക്ക് സങ്കല്പിക്കാൻ നമുക്ക് എന്താ കത്ത്? നിങ്ങൾ അഖ്ലാഖിലെ പാഠവും മാറ്റി, ഫിഖും മാറ്റി, പിന്നെന്തിനാണൊരു വിദ്യാഭ്യാസ വകുപ്പ്? അതിനെ പിരിച്ചുവിട്ടുകൂടെ എന്നൊരു അഭിപ്രായം. എല്ലാവരും കത്ത് വായിക്കുന്നു, ചായം കുടിച്ചിട്ട് എല്ലാവരും താജുൽ ഉലമയുടെ മുഖത്തേക്ക് നോക്കുന്നു. താജുൽ ഉലമ പറയുന്നു, ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പിരിച്ചുവിടാനുണ്ടെങ്കിൽ പിരിച്ചുവിട്ടോളി. അപ്പൊ അഖ്ലാഖ് പോയി, ഫിഖ് പോയി, വിദ്യാഭ്യാസ ബോർഡും പോയി. പിന്നെ ഉള്ളതെന്താ? 40 ആലിമീങ്ങളുള്ള മുഷാവറ. നാലാമതായി കത്ത് വരുന്നു. അഖ്ലാഖും പോയി, ഫിഖും പോയി, പിന്നെ വിദ്യാഭ്യാസ ബോർഡും പോയി. പിന്നെ ഉള്ളതൊരു സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം ഈ 3 തീരുമാനങ്ങളിലൂടെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പണ്ഡിത സംഘടന വേണ്ട, ഇത് പിരിച്ചുവിടാം. എല്ലാവരും താജുൽ ഉലമന്റെ മുഖത്തേക്ക് നോക്കുന്നു. താജുൽ ഉലമ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ കാര്യം? പിരിച്ചുവിട്ടോളി. അങ്ങനെ സമസ്തയും പിരിച്ചുവിട്ടു. അഖ്ലാഖിന്റെ പാഠം പോയി, ഫിഖും പോയി, വിദ്യാഭ്യാസ ബോർഡും പോയി, സമസ്തയും പോയി. പിന്നാരി ബാക്കിയുള്ളേ? പിന്നെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെയുള്ള വഹാബികളും. സഹോദരൻ, അവർ കൈകോർത്ത് പിടിച്ച് ഇവിടെ പലതും സംഭവിക്കും. ഒരു വീട്ടിലേക്ക് തീ പിടിച്ചതുപോലെ. ഒരു വീട്ടിലേക്ക് തീ പിടിച്ചാൽ എന്താക്കണോ? ആദ്യം വീട്ടിന്റെ മുതലാളി ഓടണം പുറത്തേക്ക്. അവനോട് പൈസ ഉണ്ട്, കെട്ടുണ്ട്, കവറുണ്ട് പറഞ്ഞിട്ട് നോക്കി നിൽക്കലില്ല. നോക്കി നിന്നാൽ അയാളും കൂടി ആ തീന്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് വെന്തിരുവും. വീടും നശിക്കും, ആ വീടിന്റെ ഉടമസ്ഥനും നശിക്കും. അതുപോലെയായിരുന്നു സമസ്തയുടെ പിളർപ്പിന്റെ രംഗം. നമ്മൾ ദൗർഭാഗ്യകരമെന്ന് പറയുന്നു എങ്കിൽ ആ പിളർപ്പ് അനിവാര്യമായിരുന്നു, നിർബന്ധമായിരുന്നു. ഇത് കാലെ കൂട്ടി കണ്ട മഹാനായ ശൈഖുനാ താജുൽ ഉലമ പ്രഖ്യാപിച്ചു, പാടില്ല, അഖ്ലാഖിലെ പാഠം മാറ്റാൻ പാടില്ല, അഖ്ലാഖ് മാറ്റാൻ പാടില്ല. ഇവിടെ സമസ്തയും വേണം, വിദ്യാഭ്യാസ ബോർഡും വേണം, അഖ്ലാഖും വേണം, പാഠവും വേണം. മഹാനായ ശൈഖുനാ താജുൽ ഉലമ പറഞ്ഞപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു, പറ്റൂല, ഞങ്ങൾ മെജോറിറ്റി ഉണ്ട്, ഞങ്ങൾ മെജോറിറ്റി തീരുമാനിച്ച് ഈ തീരുമാനം പാസ്സാക്കുകയാണ്. താജുൽ ഉലമ പറഞ്ഞു, മെജോറിറ്റി മൈനോറിറ്റി നോക്കുന്ന വിഷയമല്ല ദീൻ കാര്യത്തിൽ. ദീൻ കാര്യത്തിൽ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കണം. ഇവിടെ പെണ്ണുങ്ങൾക്ക് വേറെ മതില് ഒരു പർദ്ദ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, പെണ്ണുങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുഞ്ഞ് ഉസ്താദ് അവர்கள் അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മഹാനായ മദീൻ ഉസ്താദ് ഒക്കെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി ഭാരവാഹികൾ അവരുടെ തീരുമാനം നടപ്പിലാക്കുമ്പോൾ ഇവിടെ പെണ്ണുങ്ങളെ ഒന്നും പുറത്തു കാണാനില്ല. നല്ല അച്ചടക്കമുള്ള ഉറൂസാണ്. അല്ലാഹു എല്ലാവർക്കും പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ഒരു ഭൂരിപക്ഷം തീരുമാനിക്കുകയാണ് കമ്മിറ്റിക്കാർ. ഈ പർദ്ദ ഒന്നും കെട്ടാൻ പാടില്ല, എല്ലാം അയച്ചു മാറ്റണം. പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ ഇഖ്തിലാത്താക്കണം. ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്നിച്ച് സിയാറത്ത് ചെയ്യിപ്പിക്കണം. അങ്ങനെ എല്ലാവരും മദ്രസയിൽ കൂട്ടി ഭൂരിപക്ഷം നോക്കുകയാണ് ഒരു തീരുമാനം. എല്ലാവരും പർദ്ദ വേണ്ട, പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇങ്ങനെ അഴിഞ്ഞാടം വിടാം എന്ന് ഭൂരിപക്ഷം പാസ്സായാൽ അങ്ങനെ പാസ്സായി. അങ്ങനെ പാസ്സാക്കാൻ പറ്റുമോ? ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കിയിട്ടല്ല ഇസ്ലാമിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്. ഇത് പ്രഖ്യാപിച്ചു ശൈഖുനാ താജുൽ ഉലമ. പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല എന്ന് പറഞ്ഞപ്പോ താജുൽ ഉലമ തീരുമാനിച്ചു, ഞാനിവിടെ മിണ്ടാതിരുന്നാൽ എല്ലാ സമസ്തയും തരിപ്പണമായി പോകും. അപ്പൊ ഞാൻ ഇറങ്ങി വരുന്നു, കൂടെയുള്ളവരും ഇറങ്ങി വന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ പ്രവർത്തനം വളരെ വിശാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ കണ്ടിട്ട് അവരും പ്രവർത്തിക്കുന്നു. നേരത്തെ ഞങ്ങൾ സമസ്ത കേരള സുന്നി യുവജന സംഘം 60ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട്
5 ലക്ഷത്തിലധികം വരുന്ന പ്രവർത്തകന്മാർ മലപ്പുറത്തെ എടരിക്കോടിന്റെ മൈതാനിൽ ഒരുമിച്ച് കൂടിയെങ്കിൽ 25,000 സഫ്വ അംഗങ്ങളെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് സമുദായത്തിന് അർപ്പിച്ചു. ഒരു ദിവസം മുമ്പ് നമ്മൾ ഈ സഫ്വ അംഗത്തിനെ അർപ്പിച്ചു എന്ന് കേട്ടപ്പോ മറുവിഭാഗത്തിന്റെ SYS എവിടെയോ ഒരു സ്ഥലത്ത് യോഗം കൂടി 10,000 ആമിനങ്ങളെ സമർപ്പിച്ചു എന്ന് പത്രത്തിൽ വന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെയാണ്. നമ്മൾ 25 പ്രഖ്യാപിച്ചപ്പോ അവർ 10,000 മൊത്തം കൂട്ടിയാൽ എത്രയായി? 25 10,000 35,000. അന്ന് താജുൽ ഉലമ ഇറങ്ങിയിട്ട് വന്നിട്ടില്ലെങ്കിലോ 2 സമസ്തയില്ല, ഈ 35,000 സമുദായത്തിന് കിട്ടാനില്ല. അൽഹംദുലില്ലാഹ്. അപ്പൊ താജുൽ ഉലമ ഇറങ്ങി വന്നതൊരു അത്ഭുതമല്ലേ, ഖൈറല്ലേ സഹോദരങ്ങളെ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ശൈഖുന താജുൽ ഉലമയുടെ അനുസ്മരണം നമ്മൾ ചിന്തിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ രംഗത്ത് ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത വലിയ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ. ആയിക്കോട്ടെ, ഞാൻ രണ്ട് ഭാഗത്തെയും പറഞ്ഞു, 2 ഭാഗത്ത് ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കൾ ഉലമാക്കൾ ഇവിടെ അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പറയേണ്ട കാര്യം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. ഒരാൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വാ ചെയ്ത് ജീവിച്ചാൽ യജ്അൽ ലഹു മഖറജ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും. എല്ലാ വിഷയങ്ങളിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തുറന്നു കൊടുക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. അതായിരുന്നു ഇവിടുത്തെ ഔലിയാക്കന്മാർ. ഇന്ത്യ രാജ്യത്ത് സഹോദരങ്ങളെ, നമ്മൾ ഔലിയാക്കന്മാരുടെ ഉറൂസ് നടത്തുമ്പോൾ, അവരുടെ അനുസ്മരണം നടത്തുമ്പോൾ, അവർ ഈ രാജ്യത്ത് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചപ്പോൾ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഖ്റജ് ഉണ്ടാക്കി കൊടുത്തു. ഇന്ത്യ രാജ്യത്തിലേക്ക് ഇസ്ലാം കടന്നു വന്ന ആരംഭ കാലഘട്ടത്തെ സംബന്ധിച്ച് മഹാനരായ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. മാലിക് ദീനാറും കൂട്ടരും ഇസ്ലാമികമായ പ്രബോധന രംഗത്ത്. സഹോദരങ്ങളെ, എല്ലാവരും ഇരിക്കൂ. എന്നാൽ ഞാൻ നിർത്തിക്കോളാം. ഞാൻ നിർത്തുന്നു. എല്ലാവരും സമാധാനിക്കുക. എല്ലാവരും സ്ഥലത്തിലുള്ളവർ അവരവരുടെ സ്ഥലത്ത് തന്നെ ഇരിക്കുക. അവിടെ തന്നെ ഇരിക്കുക. എല്ലാവരും അവിടെ തന്നെ ഇരിക്കൂ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കൂ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന പോരായ്മകളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിക്കുകയാണ്. നമ്മൾ ഈ അനുസ്മരണം നടത്തുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് പലരെയും അനുസ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദും ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണത്ത് അഹ്മദ് സിനാർ ഉസ്താദ് അവറുകളും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്ത് കാണിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹുവിന്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ തമ്മിൽ ഐക്യപ്പെടണം എന്ന് പറഞ്ഞത് മാത്രമല്ല, കാണിച്ചു കൊടുത്തു മഹാനവറുകൾ.
മംഗലാപുരത്തെ മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടന വേളയിലും കേരളത്തിലെ ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടന വേളയിലും മഹാന്മാരായ ഉലമാക്കളുടെ കൂടെ സാദാത്തുക്കളുടെ കൂടെ വേദി പങ്കിട്ടുകൊണ്ട് ഇരുന്നു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർഹൂം പണക്കാട് തങ്ങൾ സുന്നി ഐക്യത്തിന് വേണ്ടി പ്രസംഗിച്ചു, പ്രവർത്തിച്ചു, വേദി പങ്കിട്ടു. ഇങ്ങനെയുള്ള മഹാരഥന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ കൂടെ നമ്മളെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ഉറുദു പരിപാടിക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.